ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചോയ്സ് കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും ഹക്കോബയുടെ കളക്ഷനാണ്. ഫുട്ബോൾ പ്രിൻറ്റിൽ വരുന്ന കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പോൾ കിട്ടാത്ത കളേഴ്സൊക്കെ വീണ്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഫസ്റ്റ് കളർ ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. അപ്പോൾ ഇത് വരുന്നത് ഹക്കോബയുടെ കുറച്ച് ഡ്രസ്സസ്സാണ് കേട്ടോ. കുർത്തീസ്, പല കളേഴ്സ്, ഏതാണ്ട് കളേഴ്സൊക്കെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ മോഡലിൽ അടിക്കാം. നമുക്ക് സാരിക്കും ബ്ലൗസിനും ഷർട്ടിനും ഫ്രോക്കിനും കുർത്തിക്കും എല്ലാം പറ്റുന്ന ഫാബ്രിക്കാണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ കേട്ടോ. ഹക്കോബ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫാബ്രിക്കാണ് അല്ലേ. പക്ഷേ വലിയ റേറ്റൊക്കെ വന്നാൽ എല്ലാവരെ കൊണ്ട് വാങ്ങാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ സാധാരണക്കാർക്കും കൂടി വേണ്ടിയിട്ട് വാങ്ങാനായിട്ടാണ് നമ്മൾ ലോ ബഡ്ജറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫുട്ബോൾ ഹക്കോബയ്ക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്നു. രണ്ടാമത്തെ കളറ് ഒരു പിസ്ത ഗ്രീനാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിസ്ത ഗ്രീനാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്, പ്യുവർ കോട്ടണിൽ വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നു സെക്കൻഡ് കളർ കേട്ടോ. നല്ല കളേഴ്സൊക്കെയാണ്. അപ്പോൾ അടുത്തത് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂണാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണുമ്പോൾ കൂടുതലൊരു റെഡായിട്ട് തോന്നുന്നുണ്ടല്ലോ. റെഡല്ല, റെഡ് കലർന്ന മെറൂണാണ് കേട്ടോ. റെഡിഷ് മെറൂണാണ് വരുന്നത്. റെഡ് കളർ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, രണ്ടാമത് ഓർഡർ ചെയ്തിട്ടും അത് കിട്ടിയില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ക്ലോത്തും നമ്മൾ നേരിട്ട് എടുക്കുന്നത് കൊണ്ട് ക്ലോത്ത് നല്ല ഫ്രഷായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ക്ലോത്ത് നിവർത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ വരുന്നു. അടുത്തത് ബ്ലാക്ക് കളർ. ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു കളറാണ് ബ്ലാക്ക്. നമുക്ക് പെട്ടെന്ന് തീർന്നു പോകാറുള്ള കളറാണ് ബ്ലാക്ക്. പിസ്ത ഗ്രീനൊക്കെ അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് തീരും. അതുപോലെ യെല്ലോ, ഇത് ഓഫ് വൈറ്റ് കളർ കേട്ടോ, ഓഫ് വൈറ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. പിന്നെ എല്ലാം ഞാൻ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല വീഡിയോ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം നിവർത്തുന്നത് കണ്ടു പോവാനാണ് കേട്ടോ. പിന്നെ കളറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്ന് നിവർത്തി കാണിച്ചില്ലെങ്കിൽ എനിക്കും ഒരു തൃപ്തിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്ന് നിവർത്തി കാണിക്കുന്നത് കേട്ടോ. ഇതും പിസ്ത ഗ്രീനാണ്. പിസ്ത ഗ്രീൻ്റെ വേറൊരു ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇത് കുറച്ചും കൂടെ ഒരു ഡാർക്ക്നെസ് ഉണ്ട്. ആദ്യത്തേത് കുറച്ച് നല്ല ബ്രൈറ്റാണ്. അപ്പോൾ രണ്ട് കളറും കൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ആ കളറിൻ്റെ ഒരു വേരിയേഷൻ നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇങ്ങനെയാണ് കളർ. അപ്പോൾ രണ്ടും പിസ്തയിൽ തന്നെയാണ്. പിസ്ത എന്ന് പറയുമ്പോൾ തരുന്ന കളർ തന്നെയാണ് രണ്ടും. അപ്പോൾ രണ്ട് കളറും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടും എടുത്തു. അപ്പോൾ ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കളർ വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു കളറാണ്. നല്ലൊരു ലാവൻഡർ കളറിലാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരുന്നത്. ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ. സോഫ്റ്റ് കോട്ടൺ ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപയാണ്. നമ്മൾ ആദ്യമേ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 115 ആയിരുന്നു. അപ്പോൾ ആ ക്ലോത്തൊക്കെ കംപ്ലീറ്റ് തീർന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റേറ്റ് കുറച്ച് തരുന്നത് കൊണ്ട് എല്ലാവർക്കും വാങ്ങാനൊരു ഉത്സാഹമുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ കൂടുതൽ വാങ്ങുന്നതനുസരിച്ചിരിക്കും ഓഫർ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ലോത്ത് വാങ്ങുക. അപ്പോൾ അടുത്തത് ദാണ്ടേ നല്ലൊരു വയലറ്റ് കളറാണ്. ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ, ബ്രൈറ്റ് അല്ല, ഡാർക്ക് ആയിട്ടുള്ള വയലറ്റ് ആണ്. ഞാൻ ആദ്യം കുറച്ച് കുർത്തീസിൻ്റെ ഫോട്ടോസ് കാണിച്ചതിൽ ഈ ഒരു കളറും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു അത്. അപ്പോൾ കുർത്തീസൊക്കെ അടിച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ സാരി അടിപൊളിയായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ജെൻസിന് കുർത്താസ്, ചെറിയ ബോയ്സിന് കുർത്താസൊക്കെ അടിക്കാൻ നല്ലതാണ് കേട്ടോ. ഫാബ്രിക്ക് ജുബ്ബയൊക്കെ അടിച്ചിടാനായിട്ട് നല്ലതാണ്. ഇതൊരു നേവി ബ്ലൂ ടച്ചുള്ള കളറാണ്. നേവി ബ്ലൂ അല്ല, ഒരു ഡാർക്ക് ഗ്രീനും നേവി ബ്ലൂവും കോമ്പിനേഷൻ ചെയ്ത് വരുന്നു. അടുത്തത് വരുന്നത് ചിക്കു കളറാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ കളറൊന്നും കറക്റ്റ് പറയാൻ എനിക്കറിയില്ല കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാട്ടിയും അറിവുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ കളറൊക്കെ ഞാൻ പറയുന്നത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും അതുപോലെ കളറ് കറക്റ്റായിട്ട് അറിയാമെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം അബദ്ധം പറ്റാതിരിക്കാമല്ലോ. അടുത്തത് വൈൻ കളറാണ്. ഇതൊരു നല്ലൊരു വൈൻ കളറിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ എല്ലാം തന്നെ നല്ല നല്ല കളേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. ഒരു ഡാർക്ക് പീ ഗ്രീനാണ്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഞാൻ പറഞ്ഞ കളറിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ കളറ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്ന് കറക്റ്റ് കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നു. നല്ല കളറല്ലേ? നമ്മൾ ഹക്കോബയിലൊന്നും നമുക്ക് അധികം കാണാൻ കിട്ടാത്ത റെയർ കളേഴ്സാണ് കേട്ടോ. നെക്സ്റ്റ് വൺ റാണി പിങ്ക് ആണ്. നല്ല ഡാർക്ക് റാണി പിങ്ക് ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. അടുത്ത കളറ് അതിലും നല്ലൊരു കളറാണ് പീച്ച് കളർ. നല്ലൊരു പീച്ച് കളറാണ് വരുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഫാബ്രിക് എല്ലാം തന്നെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. നമുക്കിതിൻ്റെ അടിയിലൊരു ക്ലോത്ത് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റ് നമുക്കിതിൻ്റെ ആ ഒരു ഡിസൈൻ അറിയാം. ഞാൻ ഈ എല്ലാം ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് ക്ലോത്ത് വെച്ച് കാണിക്കാഞ്ഞത് കേട്ടോ. ദാ ഇങ്ങനെ വരുന്നു കണ്ടോ. ഇങ്ങനെയാണ് ഫുട്ബോൾ ഹക്കോബയിൽ ഫുട്ബോൾ പ്രിൻ്റ് വരുന്നത്. അപ്പോൾ ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. കോട്ടണിൽ വരുന്ന ഫുട്ബോൾ ഹക്കോബ 44 ഇഞ്ച് വിട്ട് 110 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. DTDC ആൻഡ് പോസ്റ്റാണ് പാഴ്സൽ വരുന്നത്. വാട്സപ്പ് ത്രൂ ആണ് കേട്ടോ ഓർഡർ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെ വളരെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ അതുപോലെ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും എല്ലാം ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇനി നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക്